विश्वब्रह्मणो महागुरु सर्वशक्तिस्वरूपाय सर्वकाम्यफलप्रद सदा परात्मनिस्वात्मा विश्वब्रह्मन् सदाशिवा ॐ ईश्वर विश्वब्रह्मणे नमः। രത്നവല്ലരി പൊരിഞ്ഞു നമ്മളോ ഒന്നായി വാഴ്ത്തിരുന്നു പഞ്ചാരകനെ പഞ്ചരത്നവല്ലരി പൊരിഞ്ഞു നമ്മളോ ബ്രഹ്മരൂപമേ ഏക ചിന്തയോടെ ഇന്നു ഭക്തി ചെയ്തിടാം പഞ്ചഭൂത സന്നിവേശ ബ്രഹ്മരൂപമേ ഏക ചിന്തയോടെ ഇന്നു ഭക്തി ചെയ്തിടാം നിത്യസുന്ദര പ്രപഞ്ച പുണ്യര പ്രപഞ്ച പുണ്യ ശ്രേഷ്ഠ സത്യരൂപമായി പൂജ ചെയ്തിടാം പഞ്ചരത്നവല്ലരി പൊരിഞ്ഞു നമ്മളോ ഒന്നായി. സംസ്ഥാന പ്രസിഡന്റായ ശ്രീമാൻ ശ്രീ PR ദേവദാസ് അവർ നിര്യാണപ്പെട്ടതിൻ്റെ കാര്യത്തിലും പിന്നെ നമ്മുടെ ശാഖയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചതായിട്ടുള്ള ഒരു 4 പേരുണ്ട്. ഒന്ന് തങ്കപ്പനാശാരി മൂലംകോട്, ഗോപാലകൃഷ്ണൻ ആശാരി മൂലംകോട്, പൊടിച്ചി മണ്ണാമ്പറമ്പ്, ഇങ്ങനെ 4 പേര് നമ്മൾ അനുശോചനം രേഖപ്പെടുത്താൻ 1 മിനിറ്റ് അതിന് ഇരിക്കണം. അടുത്തത് സിദ്ധാർത്ഥ ശ്യാം, അടുത്തത് ദേവനന്ദ, അടുത്തത് ദിയ സുരേഷ്, അടുത്തത് വൈനവൻ BR, സാധിക്ക അടുത്തത് വൈഷ്ണവി BR, അഭിഷേക് MM, പിന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മികച്ച വിജയം 1148 മാർക്ക്. 1148 മാർക്ക് എന്ന് പറയുന്നത് ചെറിയ മാർക്കല്ല, നല്ല പെർഫോമൻസ് ആണ്. അപ്പൊ ഇതൊരു ഒരു ഒരു ചൂണ്ടുപലകയായി വെച്ചോ. ഇനിയാണ് നമ്മള് ഇപ്പൊ കാണിക്കുന്ന കൊടുക്കുക. അടുത്തത് ദേവദത്ത് AS, അഞ്ജന GS. സഭയുടെ കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ പറയാതെ തന്നെ ഇതിനു മുമ്പ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. എന്നാലും ഇപ്പോൾ വളരെ സങ്കീർണമായ അവസ്ഥയിലാണ് നമ്മുടെ ശാഖാ പ്രവർത്തനങ്ങളും താലൂക്ക് യൂണിയനും നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം പോകുന്നത്. അതെല്ലാം ഈ യോഗത്തിൽ വലിച്ചഴച്ച് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമേ നമ്മുടെ
സഭയ്ക്ക് ഉന്നമനം ഉണ്ടാകൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിലുള്ള മറ്റുള്ള സമുദായ അംഗങ്ങളോടൊപ്പം നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്ന സാഹചര്യമാണ് നമ്മുടെ ഇടയിലുള്ളത്. പ്ലസ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. 90 മുതൽ 100 മാർക്ക് വരെ വാങ്ങുന്ന ആളുകളെയാണ് A+ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഒരു പരീക്ഷയിൽ A+ വാങ്ങുന്നത് കൊണ്ട് ഒന്നും ആകുന്നില്ല. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങളുടെ ഈ പരീക്ഷയുടെ മേന്മ, മെച്ചം, അതിന്റെ മികവ് കുറച്ച് കണ്ടിട്ടല്ല ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ A+കാരാകണം. അതിനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നമ്മളിത് ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ നൽകുന്ന ഈ പുരസ്കാരം അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവാർഡ് എന്നൊക്കെ അതിനെ വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതൊരു ടിപ്സ് ആയിട്ട്, ടിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, TIP ടിപ്പ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്താ ടിപ്സ് എന്ന് പറഞ്ഞാൽ? ടിപ്പ് അറിയാം. കാര്യങ്ങളല്ലാതെ ഒരുപാട് ഘടകങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടാണ് നമുക്ക് ഈ മേഖലയിൽ എത്തിച്ചേർന്നതെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഈ സമൂഹം തന്ന ഒരുപാട് സമ്പത്തുണ്ട് നമുക്ക്. നമ്മൾ പഠിച്ച സ്കൂള് അത് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള അവാർഡാണ് ഇവിടെ കൊടുക്കുന്നത്. 10ാം ക്ലാസ്സിലുള്ള കുട്ടിക്കും +2ലെ കുട്ടിക്കും. ഈ 10ാം ക്ലാസ് പാസ്സാവുക എന്ന് പറയുന്നത് മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ നമ്മളിപ്പോ എല്ലാ രക്ഷാകർത്താക്കളുടെയും ഉദ്ദേശം ഡോക്ടറാവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ IAS ആവുക. എഞ്ചിനീയേഴ്സ് പിന്നെ ഇപ്പൊ കണ്ടവർ എഞ്ചിനീയർമാരുള്ളതുകൊണ്ട് ആ താല്പര്യം കാണിക്കാറില്ല. പ്രാസംഗികരോ ഒന്നുമല്ല. എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കാനും നിൽക്കാനും കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മുടെ ഇന്ന് ഈ ശാഖയിലെ നമ്മുടെ ശാഖ മെമ്പർമാർ ഇത്രയും നല്ല രീതിയിലൊരു പ്രോഗ്രാം, അതായത് കുഞ്ഞുങ്ങൾക്ക് സമ്മാനവും പുസ്തക വിതരണവും ഒക്കെ നടത്തി. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ശാഖയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ അന്ന് ശ്രീ ശിവരാമൻ ചേട്ടനും അതുപോലെ തന്നെ സുമാരൻ സാറൊക്കെ ഇതിന്റെ ഭാരവാഹികളായി വരുന്ന കാലം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ ജോലി സംബന്ധമായി വിദേശ രാജ്യത്തായതുകൊണ്ട് തന്നെ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞിരുന്നില്ല. വരുന്ന സമയമൊക്കെ പരമാവധി സത്യനോടും ഈശ്വരനോടും ഒക്കെ നമ്മളുടെ അദ്ദേഹമൊന്നുമില്ല ഇവരോടെയൊക്കെ ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി जिंदगी मेरी तो कुछ ना अब तेरे बिन, सांसों में तेरी सरगमी अब रात दिन। जिंदगी मेरी तो कुछ ना अब तेरे बिन। संगीत में अमर सल्लाह
ഈ അവാർഡ് മേടിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളെ കുട്ടിക്കാലത്ത് ഒരു പേപ്പർ കഷ്ണം കൊണ്ടായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. ഉടുത്തോണ്ട് പോകാൻ ഒരു തോർത്ത് പോലും ആ ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. എല്ലാം കൊണ്ട് നോക്കിയാലും സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഭക്ഷണം, ഡ്രസ്സ്, ബുക്ക്, പേന. അപ്പൊ നിങ്ങൾ ഈ അവാർഡ് മേടിക്കുമ്പോൾ ഈ A+ മാത്രം പോരാ, അതിൽ കൂടുതൽ മാർക്ക് മേടിച്ച് നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം.